ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരേ ഇത് വെച്ചിട്ട് 2 തരത്തിലുള്ള സ്നാക്കാണ് കാണിക്കുന്നത്. സ്നാക്കല്ല നമുക്ക് ഫുഡായിട്ടും കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇത് ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ട്ടോ. ഒന്ന് ചെമ്മീൻ മസാല ഉണ്ടാന്ന് പറഞ്ഞിട്ടുള്ള അത്, ഒന്ന് ഞാൻ ചെമ്മീൻ ഉണ്ടപ്പുട്ട് എന്ന് പറഞ്ഞിട്ട് ട്ടോ. രണ്ടും ഒരേ സെയിം സാധനങ്ങൾ തന്നെയാണ്. ചെറിയ മാറ്റമേ ഉള്ളൂ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ദാ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് പുഴുങ്ങലരി. നമ്മള് സാദാ ചോറ് വെക്കുന്ന ഒന്നുകിൽ നമ്മൾ പൊന്നിയരിയോ അല്ലെങ്കിൽ കുറുവരിയോ ഏത് അരി കൊണ്ടാണോ നമ്മൾ സാധാരണ സാദാ ചോറ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ അരി ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 3, 4 മണിക്കൂർ നേരം ചൂടുവെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തതാണിത് ട്ടോ. മെഷർമെന്റ് ഒക്കെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അത് നല്ല കട്ടിയിൽ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കൂട്ടി കൊടുക്കുന്നത് പുഴുങ്ങലരിൻ്റെ പൊടി തന്നെയാണ്. ഇത് ഒറോട്ടി പൊടി എന്നാണ് പറയുക. അതാണ് ഇതിലേക്ക് ഇടേണ്ടത് ട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊടി എത്രയാണ് വേണ്ടിയെന്നുള്ള കറക്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മളിത് കുഴച്ച് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയാൽ നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒട്ടാത്ത രീതിയിലാവണ വരെയാണ് നമ്മൾ ഈ ഒരു പൊടി കൂട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഒരുപാട് കട്ടിയിലാക്കി എടുക്കരുത് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് കയ്യിലൊന്നും ഒട്ടൂല. നമുക്ക് നല്ല ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇത് റെഡിയാക്കി വെക്കുക. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതാ വലിയ ടൈപ്പുള്ള ചെമ്മീനാണ് എടുത്തത് കേട്ടോ. കുറച്ച് വലിയ സൈസാണ്. അപ്പോൾ ഒരു 1/2 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലയും വാലൊക്കെ പോക്കിയതിന് ശേഷം ഇതിപ്പോൾ ഒരു 300 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് ഞാൻ കുറച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് ഈ ഒരു ചെമ്മീനിൽ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് മാത്രം മതി കേട്ടോ. കാരണം ചെമ്മീനിൽ എപ്പോഴും കുറച്ച് വെള്ളം ഉണ്ടാവും. പിന്നെ വെക്കും തോറും കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു 10, 15 മിനിറ്റ് മതി. ഇനിയിപ്പോൾ ഇത് അരക്കാനുള്ളതാണ് കാണിക്കുന്നത്. 2 വലിയ സൈസുള്ള ഉള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 എണ്ണമാണ് എടുത്തത്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ വേണ്ടത് ഒരു കൈപ്പിടി കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ കുറച്ച് കൂടുതൽ ഇടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമുക്ക് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ ഫ്രഷ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് അരച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത് പേസ്റ്റാണ്, അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചോപ്പറിലാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചോപ്പർ ഇതിപ്പോൾ ഇലക്ട്രിക് ആണ്. സാധാരണ നമ്മൾ മാനുവൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു കയറ് പോലെ വലിച്ചാൽ ഇതാക്കുന്ന അതൊക്കെ എല്ലാവരുടെ അടുത്തും ഉള്ള സാധനമാണല്ലോ ഈ ഒരു ചോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്താൽ മതി. അപ്പോഴാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് വരിക. അപ്പോൾ ഈ പച്ചമുളകും എല്ലാം കൂടെ ഇങ്ങനെ ഇടുന്ന സമയത്താണ് ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ സാധാരണ അരിഞ്ഞ് ചേർക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു ചോപ്പറിൽ ഒന്നിച്ചങ്ങ് ഇതാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫില്ലിങ് കഴിക്കുന്ന സമയത്ത് ഒന്നും എടുത്ത് കളയാനൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്കൊന്നും. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് കഴിച്ചു പോയിക്കോളും. അപ്പോൾ അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ അരിഞ്ഞ് കൊണ്ടുവന്നത് ഈ ഒരു പാകത്തിലാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. വല്ലാണ്ട് അങ്ങ് ഫൈൻ പേസ്റ്റ് ഒന്നും ആയി പോകരുത്. ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇപ്പോൾ 2 ബാച്ചായിട്ട് ഞാനിത് മൊത്തത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കുറച്ച് തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു തേങ്ങയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പാണ് ഞാനിപ്പോൾ എടുത്ത അളവ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇത് മിക്സിയിലൊന്നും ഇട്ടിട്ട് അരച്ചെടുക്കരുത്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് ക്രഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ തന്നെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തതാണ്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ തേങ്ങേൻ്റെ അളവൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ തേങ്ങയും അതുപോലെ തന്നെ ഫില്ലിങ്ങിനുള്ള ഉള്ളിയും മസാലകളൊക്കെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കിയാണ്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി എന്ന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ മീനാണ് പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ചെമ്മീൻ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചില്ലേ, ഒന്നിച്ചിടണ്ട. ഒന്നിച്ചിടുന്ന ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ ആ വെള്ളം വറ്റാൻ വേണ്ടി കാത്തുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു കറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അത് എന്നിട്ട് ഹൈ ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് ഞാൻ ഒരു ഭാഗം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കന്നെ ഒരു ഭാഗം ഒന്ന് വേവും. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം ഒന്ന് ഒരു മിനിറ്റ് അല്ല 1.5 മിനിറ്റ് ഒക്കെ മതിയാവും. അപ്പോഴത്തേക്കന്നെ നമ്മളെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഭയങ്കര പുറം ഭാഗം ഭയങ്കര ഹാർഡായിട്ട് പൊരിച്ചെടുക്കണ്ട. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ ചെമ്മീൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കംപ്ലീറ്റ് ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. 2, 3 ബാച്ചായിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണേ ഇപ്പം ചട്ടിയിലുള്ളൂ. അപ്പോൾ അതാ മൊത്തം ചെമ്മീൻ ഞാനിവിടെ പൊരിച്ച് വെച്ചതാണിത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്ങിനുള്ള നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിൻ്റെ മിക്സ് ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് അധികം എണ്ണയിൽ നമ്മൾ വഴറ്റിയെടുക്കരുത്. കാരണം നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഈ ഒരു എണ്ണ പുറത്തേക്ക് ഇറങ്ങും. അതുകൊണ്ട് കുറഞ്ഞ അളവ് എണ്ണയിൽ ഇത് വഴറ്റിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചത്.
അപ്പോൾ അതത് ജസ്റ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തീയൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. പെട്ടെന്നാവും ട്ടോ. ഒരു 2 3 മിനിറ്റ് മതി. നമ്മൾ അത്രയും ചെറുതാക്കി അരിഞ്ഞതല്ലേ. ഇപ്പോൾ അത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ? ഈ ഒരു പാകത്തിലായാൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണാണ് എടുത്തത് ട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ മുഴുവൻത്തോടൊക്കെ ആണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഉള്ളി അരിയുന്ന സമയത്ത് ഒന്നിച്ചെന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 3 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നിച്ചെന്നെ അങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ട്ടോ. ഇപ്പോൾ ദാ അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതുക്കി വെച്ച തേങ്ങ ആയിരുന്നു ഇടേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയിട്ടാ ഞാൻ വേറെ ചതുക്കാത്ത തേങ്ങയായിപ്പോയി ആദ്യം ഇട്ടത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. മേലുള്ള ഭാഗം ഞാൻ എടുത്ത് മാറ്റി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ അത് ചേർത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തേങ്ങയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു 3 4 മിനിറ്റ് ടൈം എടുക്കും. ഒരുപാട് ക്രിസ്പി ആകണ വരെ നിങ്ങൾ അങ്ങനെ ആക്കിയെടുക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം കേട്ടോ. ഒരു 2 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 4 മിനിറ്റൊക്കെ സമയം മതി. നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് റെഡി ആയിണ്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ? നല്ല ഒരു നനവോട് കൂടിയുള്ള മസാല ആയിരിക്കണം. ഭയങ്കര ഡ്രൈ ആയി പോവരുത്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഞാൻ ഇതിൽ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുളക് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മക്കൾ കഴിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതാ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഫുൾ എടുത്തിട്ടില്ല. ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്കുള്ള കറക്റ്റ് പാകത്തിലുള്ള ഉപ്പും എല്ലാം ആയിട്ടുണ്ട്. ഉപ്പും വളരെ നേരിയ ഉപ്പേ ഇതിലിടാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചെമ്മീനും കൂടെ നമ്മൾ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഞാൻ നേരത്തെ പൊരിച്ച് വെച്ച ആ ഒരു ചെമ്മീൻ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 3 പീസാക്കിയിരുന്നു ഒന്നിനെ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ടൈപ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ഒരു മിനിറ്റ് നേരം ഇതൊന്ന് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സാക്കി ഒരു 1 2 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ ഒരു ഉണ്ടപ്പുട്ടിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള മസാല. അപ്പോൾ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിന്. ഇതിനി ഇറക്കി വെക്കാം കേട്ടോ. ഈ ഒരു നനവോട് കൂടി തന്നെ ആയിരിക്കണം ഉണ്ടാക്കണത്. ഭയങ്കര ഡ്രൈ ആയിട്ട് പോവരുത്. ഇനിയിപ്പോൾ അത് ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തട്ട് ഇറക്കി വെക്കുക. അപ്പോൾ ആ ഒരു തട്ടിൻ്റെ മേലെ നമ്മൾ എണ്ണ ഒന്ന് പുരട്ടണം കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കുക. നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവൊന്ന് കുറേശ്ശെ എടുക്കുക കേട്ടോ. ചെറിയ ചെറിയ എത്ര സൈസിലുള്ള ഉണ്ടാണോ വേണ്ടി ആ ഒരു ടൈപ്പിലുള്ള സൈസിൽ ബോൾ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു പൂരിനെക്കാട്ടിലും ഒരു ഇത്തിരിയും കൂടെ വലുപ്പത്തിലാണ് ഞാൻ ഉരുളെടുക്കുന്നത്. സാധാരണ നമ്മളൊരു പൂരി ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ചും കൂടെ വലുപ്പത്തിൽ. ഇതിപ്പോൾ കണ്ടില്ലേ? അതിനെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഉരുട്ടിയതിന് ശേഷം ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പരത്തിയാൽ മതി ട്ടോ. ഒരുപാടിട്ട് പരത്തണ്ട. ഈ ഒരു രീതിയിൽ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 2 3 ടീസ്പൂണൊക്കെ വെച്ചാൽ മതി. പിന്നെ ഫില്ലിങ് കുറഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഒരുപാട് ഫില്ലിങ് വെച്ചാൽ ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ കട്ടി കുറഞ്ഞു പോയാൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവിൽ നോക്കിയിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മാവും കുറച്ച് ഉണ്ടാവണം കേട്ടോ. തീരെ കുറഞ്ഞു പോയാൽ വേഗം പൊട്ടിപ്പോവും. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് സ്ക്രാച്ച് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഉരുട്ടണ സമയത്ത് എവിടെയെങ്കിലും ഒട്ടാത്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കണം ഇതിൻ്റെ പുറം ഭാഗം കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു സ്ക്രാച്ച് പോലും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്തായിട്ട് നല്ല എന്താ പറയുക നല്ല മയത്തിലായിരിക്കണം അതിൻ്റെ പുറം ഭാഗം. നല്ല സ്മൂത്ത് ആയിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നന്നായിട്ട് ഉരുട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഞാനൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഞാൻ നേരത്തെ ഇട്ട് പോയത് കേട്ടോ. ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഫ്രഷ് തേങ്ങ ചിരണ്ടിയത്. അതിലിട്ടിട്ട് ഇതിനൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ തേങ്ങയിൽ പൊതിയുന്നതുകൊണ്ടാണ് ഇതിന് ചെമ്മീൻ മസാല പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഉണ്ടപ്പുട്ട് എന്ന് പറയുന്നത്. ചെമ്മീൻ ഉണ്ടപ്പുട്ട് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തേങ്ങയിൽ നമ്മൾ കവർ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് ഇതിനെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ ഇത് അതിൽ നിന്ന് തൊയ്ഞ്ഞു പോകരുത് കേട്ടോ. വീണു പോകരുത്. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഈ തേങ്ങ അയിമന്ന് കൊഴിഞ്ഞ് വീണു പോകാൻ പാടില്ല. എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അതിൻ്റെ പകുതിയോളം ഇങ്ങനെ ഈ ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി പകുതി ഞാൻ പറഞ്ഞല്ലോ വേറെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പ്ലെയിൻ ആണ് കേട്ടോ. അത് നമ്മൾ തേങ്ങയിൽ പൊതിഞ്ഞിട്ടില്ല. ബാക്കി പകുതി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തിട്ടേ ഉള്ളൂ. ഇത് അങ്ങ് എന്താ പറയുക തേങ്ങ ഇല്ലാണ്ടും. അപ്പോൾ രണ്ടും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുക. 2 പാത്രത്തിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഒരു 20 മിനിറ്റ് നേരം ഇതൊന്ന് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചതാണ്. രണ്ടും ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിലാണ് ഇത്. ഒരുപാട് നേരം ഇട്ടിട്ട് പുഴുങ്ങരുത്. അപ്പോൾ ഇത് വിണ്ട് കീറുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് വേവിച്ചതും ഇതാ ഒരു 20 മിനിറ്റ് ഞാനതും ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ആ ഒരു ഇതിലേക്കൊരു മസാല വേണം. ഒരു 2 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മതി കേട്ടോ. പിന്നെ വേണ്ടിയ ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ വേണം. ചെറുതായിട്ട് മതിയിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും.
എന്നിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കലക്കിയെടുക്കണം. ഭയങ്കര കട്ടിയുള്ള മസാല അല്ല വേണ്ടിയത്. കുറച്ചൊരു ലൂസായിട്ട് ട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. വല്ലാണ്ടങ്ങ് കട്ടിയല്ല. ഇതങ്ങനെ കോരിയെടുക്കുന്ന സമയത്ത് ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടി ട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ സെയിം പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കഴുകിയ കരിവേപ്പിലായതുകൊണ്ട് പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ട്ടോ. ആദ്യം തന്നെ കരിവേപ്പില അതിലിട്ട് കഴിഞ്ഞാൽ ആ കരിവേപ്പിലയിലുള്ള നമ്മൾ കഴുകിയ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അതിൽ ഒഴിച്ച് കൊടുത്താൽ അടുപ്പിലേക്ക് പൊട്ടിത്തെറിക്കൂല. അതൊരു ക്ലീൻ ആക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ ഇതിങ്ങനെ തെറിക്കുന്ന സമയത്ത്. അതിനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അത് ആ ഒരു ഇലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചെറിയ തീയിൽ വെക്കണേ. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കരിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പോൾ ഒന്ന് മൊരിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് കോരി എടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു സത്തൊക്കെ നമ്മൾ ആ ഒരു എണ്ണയിൽ ഇറങ്ങിയിട്ടും ഉണ്ടാവും. എന്നാൽ അതിൽ തന്നെ ഇട്ടിട്ട് പൊരിക്കുന്ന സമയത്ത് കരിവേപ്പില അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഞാൻ നേരത്തെ മാറ്റി വെച്ച ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ അവിടെ മാറ്റി വെച്ചതെന്ന് പറഞ്ഞില്ലേ, നമ്മൾ പൊരിച്ച എണ്ണ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ ഓരോ ഈ ഒരു മസാല ഉണ്ടാക്കുക. എന്നിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഈ ഒരു മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതിനൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നതാണ്. മറ്റേത് നമ്മൾ ഒന്നും ചെയ്യണില്ല. ആ ഒരു തേങ്ങയിൽ കോട്ട് ചെയ്തെടുത്തത് അത് അങ്ങനെ തന്നെ കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ പൊരിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ടേസ്റ്റിയാണ്. രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ. ഒരേ മസാല ആണ് അല്ലെങ്കിൽ ഒരേ അരി വെച്ചിട്ടാണ് ചെയ്തതെന്നൊക്കെ ഉണ്ടെങ്കിലും രണ്ടും 2 ടേസ്റ്റാണ്. കാരണം ഇതിന് നമ്മൾ പുറം ഭാഗം മസാലയൊക്കെ തേച്ച് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേനാണെങ്കിൽ ഫുള്ള് തേങ്ങയിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്തതാണ്. രണ്ടും എന്താ പറയുക, ഫുള്ളി ഡിഫറൻ്റ് ആണ് കേട്ടോ. ടേസ്റ്റ് പറയുകയാണെങ്കിൽ വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ മക്കൾ ഈ ഒരു പൊരിച്ചത് ആച്ചിയും പാസിയും കഴിക്കില്ല. അപ്പോൾ ഞാനും ലിയാനും ഈ ഒരു പൊരിച്ചതാണ് കഴിക്കുക. മറ്റവർക്കാണ് ഞാൻ തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയത്. രണ്ടും അടിപൊളി സാധനമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ചായൻ്റെ സ്നാക്കായിട്ടും ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഒരു മെയിൻ കോഴ്സായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അത് ഞാൻ തേങ്ങയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഉണ്ടാണിത്. ഇതാണ് ചെമ്മീൻ ഉണ്ടപ്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് പറയാം ചെമ്മീൻ ഉണ്ടപ്പുട്ട് എന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മസാല കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലൊന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഞാനിത് മുറിച്ചിട്ടും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരുപാട് നേരം ഇട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് പോകരുത് കേട്ടോ. അപ്പോൾ അത് പൊട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര ഹാർഡും ആയിപ്പോവും, ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ സ്റ്റീം ചെയ്യേണ്ട. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഒരു കറക്റ്റ് സ്റ്റീം ചെയ്യേണ്ട ടൈമിൻ്റെ കണക്ക്. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചിട്ടും കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ച്യൂയി ആയിട്ടാണ് ഉണ്ടാവുക. അത് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു അരി അരച്ചിട്ട് തന്നെ ചെയ്യണം, അപ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അല്ലാണ്ട് അരിപ്പൊടി വെച്ചിട്ട് മുഴുവനായിട്ട് നമ്മൾ പത്തിരിപ്പൊടി വെച്ച് ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു പാകം നല്ല സോഫ്റ്റാണ്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടത്. ഈ ഒരു തേങ്ങയോട് കൂടിയുള്ള ഒരു ഇതെന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഉണ്ടപ്പുട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്താ പറയുക, ഞാൻ അത്രയും ഉറപ്പ് വരുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തത് ഇതാ നമ്മൾ ചെമ്മീൻ മസാല ഉണ്ടാന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ സ്റ്റീം ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കൽമാസൊക്കെ പോലെ മസാല തേച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്. കൽമാസ അറിയാമല്ലോ, അപ്പോൾ അതുപോലത്തെ ഒരു ഇതാണ് ചെമ്മീൻ ഉണ്ടാന്ന് പറയുന്നത്. ഇതും അപാര ടേസ്റ്റാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പൊരിക്കണ്ടെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് അങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ മസാല പൊരിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കലാണ് തോന്നുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 രീതിയിലും നമുക്ക് കഴിക്കാം. ഇതും അപാര ടേസ്റ്റാണ്. പുറം ഭാഗം ചെറിയതായിട്ട് ഒരു ലൈറ്റായിട്ട് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.